നിലവിലെ വരുമാനത്തിനൊപ്പം ഒരു പാസീവ് ഇൻകം എങ്ങനെ നമുക്ക് കണ്ടെത്താം? ചെലവുകൾ കൂടുന്നു, പക്ഷെ അതിനനുസരിച്ച് വരവുകളില്ല, കയ്യിൽ വലിയ ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മുടെ നിലവിലെ ജോലിയെയോ വരുമാനത്തെയോ ബാധിക്കാതെ എങ്ങനെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം? ഹായ്, ഐ ആം ജയചന്ദ്രൻ MC. വെൽക്കം ടു മൈ അനദർ ഇൻഫർമേറ്റീവ് വീഡിയോ. ഈ ഒരു യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ഒന്നും തുടങ്ങരുത്. ആദ്യം ഇതിൽ നിന്നും ഒരു വരുമാനം ഉറപ്പായതിനു ശേഷം മാത്രം പൂർണ്ണമായി ഈ രംഗത്തേക്ക് ഇറങ്ങുക. തുടക്കം പാർട്ട് ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ മാത്രം ഇത് ചെയ്യുക. തുടങ്ങുമ്പോൾ വലിയ ലാഭം പ്രതീക്ഷിക്കാതെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ആരംഭിക്കുക. ക്രമേണ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തുടങ്ങാം. ഞാൻ ഇവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഒരു വ്യവസായം തുടങ്ങുക എന്നതാണ്. വ്യവസായം എന്ന് കേൾക്കുമ്പോൾ വലിയ ബിൽഡിങ്ങും മെഷീനറികളും ഓർത്ത് പേടിക്കണ്ട. ഒരു കൊമേഴ്ഷ്യൽ റൂം പോലും എടുക്കാതെ വീട്ടിൽ തന്നെ തുടങ്ങി സെയിൽസും പ്രോഫിറ്റും ഉണ്ടായാൽ മാത്രം ബിസിനസ് വിപുലമാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു വ്യവസായം തുടങ്ങി വിജയിച്ചാൽ അത് നമുക്കും കുടുംബത്തിനും നാടിനും പ്രയോജനമുള്ള കാര്യമാണ്. കേരളത്തിൽ ഒരു വ്യവസായം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് സർക്കാർ ലൈസൻസ് പ്രശ്നങ്ങളും യൂണിയൻ പ്രശ്നങ്ങളും ആയിരിക്കാം. അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. പകരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പലതവണ ശ്രമിക്കുമ്പോൾ ഒരു തവണ വിജയം നമ്മുടെ കയ്യിൽ വരും. അതിലുപരി ഇപ്പോൾ വ്യവസായം തുടങ്ങാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെയാണെങ്കിലും ഒരു വ്യവസായ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അവർ നിങ്ങളെ സഹായിക്കും. കൂടാതെ വ്യവസായ വകുപ്പിന്റെ ഓഫീസിൽ ചെന്നാൽ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അവർ പറഞ്ഞു തരും. ഇപ്പോൾ വ്യവസായം തുടങ്ങാൻ നിരവധി ലോണുകൾ കൊളാട്രൽ ഫ്രീ ആയി നൽകുന്നുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ബാങ്കുകൾക്ക് നൽകണം. അതുപോലുള്ള കാര്യങ്ങളും വ്യവസായ വകുപ്പ് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. ഞാൻ പറയുന്നത് ആദ്യം ലോൺ ഒന്നും എടുക്കാതെ കയ്യിൽ ഉള്ള ചെറിയ തുക വെച്ച് ചെറുതായി ബിസിനസ് ആരംഭിക്കുക. വിജയിച്ചാൽ നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ചെറിയ നഷ്ടം മാത്രമേ വരികയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് വികസനം കൈവരികയുള്ളൂ. നാം ഇപ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ സാധനങ്ങളും കേരളത്തിൽ വരുന്നത്. ആ സ്ഥിതിയിൽ മാറ്റമുണ്ടാകണം. വിജയത്തിലേക്കുള്ള പ്രധാന വഴികളിൽ ഒന്ന് ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർ കണ്ടാൽ ഉടൻ വൗ എന്ന് പറയുന്ന വൗ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വിന്നിംഗ് പ്രോഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. വിന്നിംഗ് പ്രോഡക്റ്റ് എന്നാൽ ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന, അതായത് പ്രോബ്ലം സോൾവിംഗ് പ്രോഡക്റ്റ് ആയിരിക്കണം. കൂടാതെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും പാടില്ല. പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വലിയ ഫാക്ടറി വേണമെന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിർമ്മിച്ച് നൽകുന്ന ഇൻക്യുബേഷൻ സെന്ററുകൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഒരു ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. പ്രോഡക്റ്റ് കണ്ടെത്താൻ എളുപ്പമാണ്, പക്ഷേ ഈ പ്രോഡക്റ്റ് ഞാൻ എവിടെ വിറ്റഴിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആദ്യം കണ്ടെത്തേണ്ടത്. പ്രോഡക്റ്റ് അല്ല, അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിലാണ് ഒരു ബിസിനസിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ വഴികൾ ഞാൻ പറഞ്ഞു തരുന്നതായി. വിപണിയിലെ പുതിയ മാറ്റങ്ങളും ഡിജിറ്റൽ സാധ്യതകളും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക്